നമസ്കാരം. സതൻ മനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. ഇന്ന് സതൻ മനുവിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ സോഫ്റ്റ് പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളിൽ പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് സോഫ്റ്റ് പുട്ടുണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മട്ട അരി ഏകദേശം 8 മണിക്കൂർ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 8 മണിക്കൂർ കുതിർത്ത് വെക്കുക. പിന്നെ വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ചിരകിയത് നമ്മളത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ അരി ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മിക്സർ ജാറിലേക്ക് അരി എടുത്ത് മാറ്റുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ അരിയിൽ ചെറിയൊരു നനവുണ്ട്. അപ്പോൾ ആ നനവോട് കൂടിയിട്ട് തന്നെയാണ് ഞാനിപ്പോൾ അരി പൊടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അരി കുറച്ചായിട്ട് പൊടിച്ചെടുക്കുക. ഇപ്പോൾ സാധാരണ നമ്മൾ പച്ചരിയാണല്ലോ ഉപയോഗിക്കുന്നത്. ഞാനിവിടെ മട്ട അരിയാണ് എടുത്തിട്ടുള്ളത്. മട്ട അരി പച്ചരിനേക്കാൾ നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാനിതാ അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കുക. ഒരുപാട് പൊടിഞ്ഞു പോകരുത്. അതുപോലെ തന്നെ വലിയ പീസസ് ഉണ്ടാവാനും പാടില്ല. അപ്പോൾ ഏകദേശം ഒരു തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള അരി കൂടി ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതാ അരിയൊക്കെ നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയ പീസസ്, അതായത് വലിയ കട്ടകളുണ്ടെങ്കിൽ ഇതൊന്ന് പൊടിച്ച് കളയുക. അപ്പോൾ ഇതിപ്പോൾ അരി കറക്റ്റ് പാകത്തിനാണുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഇത് നനച്ചെടുക്കുന്നില്ല. കാരണം ആ അരിയിലുള്ള ഈർപ്പം തന്നെ ധാരാളം. അപ്പോൾ ഇത് കറക്റ്റ് പാകത്തിനാണുള്ളത്. അപ്പോൾ ഇതിലിനി വീണ്ടും ഞാൻ വെള്ളം ഒഴിച്ച് നനയ്ക്കുന്നില്ല. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അരി ഞാനിത് വറുത്തെടുക്കുന്നില്ല. അപ്പോൾ ഡയറക്റ്റായിട്ട് ഞാൻ പുട്ടുണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് വറുത്തെടുക്കണം എന്നുണ്ടെങ്കിൽ വറുത്തെടുത്തിട്ട് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ നനച്ചെടുക്കാം. അപ്പോൾ ഇതിൽ പുട്ടുകുറ്റിയിൽ ഇതുപോലെ ചില്ലിടുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുക. ഇതിലേക്ക് ആദ്യം തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം എപ്പോഴും പുട്ടുണ്ടാക്കുന്ന സമയത്ത് താഴെയുള്ള ഭാഗത്തുള്ള തേങ്ങ, അതായത് താഴെയുള്ള ലെയറും മുകളിലുള്ള ലെയറും കുറച്ചധികം തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ പുട്ട് അതിനകത്ത് നിന്ന് സ്റ്റഫ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ മുകളിലുള്ള ലെയറും താഴെയുള്ള ലെയറും എക്സ്ട്രാ നമ്മൾ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ തേങ്ങ ആഡ് ചെയ്തതിന് ശേഷം അരി ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ 3 സ്പൂണ് അരി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീണ്ടും തേങ്ങ സ്റ്റഫ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ലെയറാക്കിയിട്ട് ഈ പുട്ടുകുറ്റി നമ്മൾ നിറച്ച് കൊടുക്കുക. അപ്പോൾ ഏറ്റവും മുകളിലുള്ള തേങ്ങ കുറച്ചധികം ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് പുട്ടുകുറ്റിയിൽ ആവിയിലൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ പുട്ട് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുട്ടാണിത്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഞാനിതിൽ അരിപ്പൊടി വറുക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രോസസ്സ് കൂടെ നമുക്ക് ഇതിൽ ലാഭമായി. അപ്പോൾ വറുക്കാതെ തന്നെ പുട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ കൂടുതൽ നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ അരിപ്പൊടി വറുത്തിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മളുടെ സോഫ്റ്റായിട്ടുള്ള മട്ട അരി കൊണ്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സതൻ മെനു സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി കുക്കിംഗ്.